നമുക്ക് സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് ഋതു തകർന്ന് തരിപ്പണമായിട്ട് ആ വീട്ടിലേക്ക് വരുന്നേ. ഋതുവിനെ വേദനിപ്പിച്ചൊരു കാര്യം പൂർണിമ ടെക്സ്റ്റൈൽസിന് ഇറങ്ങേണ്ടി വന്നു മാത്രമല്ല, തന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞത്. തന്റെ അച്ഛൻ ആരാന്ന് പോലും അറിയത്തില്ല, തന്റെ അമ്മയ്ക്ക് പോലും അറിയത്തില്ല. അതൊക്കെ ഓർത്ത് ഇനിയിപ്പോ ഋതുവിന് സഹിച്ചില്ല. അമ്മാതിരിയുള്ള അവഹേളനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ലക്ഷ്മി അമ്മയുടെ നാവിൽ നിന്ന് വന്നത്. ഒരിക്കലും ലക്ഷ്മി അമ്മ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാ ഋതുവിനെ അത്രമാത്രം നോവിച്ചിട്ടുണ്ടായിരുന്നു. സേതുവിനെ താർക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളാ. പക്ഷെ ഋതുവിന്റെ മനസ്സിൽ എത്രമാത്രം വേദന ഉണ്ടായെന്ന് ലക്ഷ്മി അമ്മ ചിന്തിച്ചു പോലില്ല. അപ്പൊ ആ ഒരു വേദനയോട് കൂടിയിട്ടാ വീട്ടിലേക്ക് വരുന്നത്. ഇന്ദ്രന്റെ സന്തോഷമായിരുന്നു. ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇന്ദ്രൻ പൂർണ്ണിമ ടെക്സ്റ്റൈൽസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ലക്ഷ്മി അമ്മയോട് പറഞ്ഞത്. പൂർണ്ണിമ ടെക്സ്റ്റൈൽസ് ചെന്ന് ഒരു കാരണവശാലും ഋതു അധികാരം സ്ഥാപിക്കാൻ പാടില്ല എന്ന് കരുതിയിട്ടാണ്. ഋതുവിന് വിഷമം ഉണ്ടായിരുന്നു. ഏക പ്രതീക്ഷ പൂർണ്ണിമ ടെക്സ്റ്റൈൽസ് ആയിരുന്നു. ഇനിയിപ്പം ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ നിന്ന് വേറെ എവിടേക്കെങ്കിലും പോണേലോ, ഒരു റൂം എടുക്കണമല്ലോ, കാര്യങ്ങളൊക്കെ ആയിട്ട് പൈസ വേണമല്ലോ. അപ്പൊ സേതുവിന്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പൂർണ്ണിമ ടെക്സ്റ്റൈൽസിന് പൈസ എടുക്കാന്നൊക്കെ കരുതി പോയ ഋതുവിന് ഒരു തിരിച്ചടിയായിരുന്നു അത്. അങ്ങനെ തകർന്ന മനസ്സോടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ കുറുപ്പമ്മാവനും അവരെല്ലാവരും ഉണ്ടായിരുന്നു. കുറുപ്പമ്മാവനൊക്കെ നല്ല ടെൻഷനില്ല. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ, പൂർണ്ണിമ ടെക്സ്റ്റൈൽസിലെ കാര്യങ്ങളൊക്കെ വന്നിട്ട് സേതുവിനോടും പല്ലവിയോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി അമ്മ അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്ന്. അതെല്ലാം കേട്ടിഞ്ഞപ്പോൾ അച്ചു പറഞ്ഞു, അവർക്ക് എന്താ അധികാരം ഉള്ളത്? പൂർണ്ണിമ ടെക്സ്റ്റൈൽസ് എന്റെ അമ്മയുടെ പേരില അച്ഛൻ പണി കഴിപ്പിച്ചേ. ഇപ്പോഴും എന്റെ അമ്മയുടെ പേരിൽ തന്നെ കിടക്കുന്നേ. അതിനകത്ത് അവര് വന്ന് എന്തിനാ അധികാരം സ്ഥാപിക്കണം എന്നൊക്കെ ചോദിച്ചു. ആ സമയത്ത് കുറുപ്പ് പറഞ്ഞു, അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കോർട്ട് ഓർഡർ പ്രകാരം മാധവ മേനോന്റെ ഭാര്യയ്ക്കാണ് പൂർണ്ണിമ ടെക്സ്റ്റൈൽസിന്റെ അവകാശം. അത് കേട്ടപ്പോൾ അച്ഛനൊക്കെ വല്ലാത്തൊരു വിഷമമായി. അപ്പോഴാണ് ആകപ്പാടെ തകർന്ന് തരിപ്പണമായിട്ട് ഋതു അങ്ങോട്ടേക്ക് വരുന്നേ. ഋതു കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് കരഞ്ഞുകൊണ്ട് ഓടി വന്ന് പല്ലവിയെ കെട്ടിപ്പിടിക്കുവാണ്. പിന്നീട് പറഞ്ഞു, അതെ ഞാൻ തോറ്റുപോയി, എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടതായിട്ട് വന്നെന്ന് പറയണ. പല്ലവി പറഞ്ഞു, സാരമില്ല പോട്ടെ ഋതു, നീ ഇങ്ങനെ വിഷമിക്കല്ലേ. നിന്റെ വയസ്സിലൊരു കുഞ്ഞുള്ളതല്ലേ. ഈ സമയത്ത് നീ ഇങ്ങനെ സങ്കടപ്പെട്ടാലോ? നീ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കണ്ട. എങ്ങനെ ചിന്തിക്കാതിരിക്കും പല്ലവി? അവര് ടെക്സ്റ്റൈൽസ് എടുക്കോ എടുക്കാതിരിക്കോ ചെയ്തോട്ടെ. പക്ഷെ എന്നെ കുറിച്ചൊക്കെ വളരെ മോശമായ രീതിയിലാണ് സംസാരിച്ചേ. അവരിത്രയ്ക്കൊരു വൃത്തികെട്ട സ്ത്രീയാന്ന് എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. കണ്ടില്ലേ, ഇപ്പം മേലെടുത്ത് നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവർ അധികാരം സ്ഥാപിക്കാനായിട്ട് ഇത്രയും കാലം വേറൊരാളുടെ ഭാര്യയായിരുന്നിട്ട് വീണ്ടും അവർ വന്നിരിക്കുന്നേ. ആ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു, ഓഹ് എനിക്ക് പോലും തൊലി ഉരിഞ്ഞു പോയി. ആ ലക്ഷ്മിയമ്മ, സേതുവിന്റെ അമ്മ ഓരോന്നൊക്കെ പറയുന്ന കേട്ടിട്ട് എന്തൊക്കെയാ പറഞ്ഞത്. ഋതുവിന്റെ അച്ഛൻ ആരാണ് പോലും അവർക്ക് സംശയം ഉണ്ടെന്ന്, മാധവമേനോനല്ലെന്ന്. അത് കേട്ടപ്പോ പൂർണ്ണിമ പറഞ്ഞു, അനാവശ്യം പറയരുത് ഇന്ദ്ര നീ. അയ്യോ, ഞാൻ അനാവശ്യം ഒന്നും പറഞ്ഞില്ല, സത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഇന്ദ്രന്റെ കർണം നോക്കി ഒരെണ്ണം കൊടുക്കാനായിട്ട് പൂർണ്ണിമയ്ക്ക് തോന്നി. കാരണം എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന സ്വഭാവം അവൻ കാണിക്കണേ. അവൻ ഇങ്ങനെ പറയാൻ പാടില്ലാത്ത. അപ്പോഴേക്ക് സേതു പറഞ്ഞു, ദേ ഇന്ദ്ര, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. ഇന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ എന്റെ നേരെ ചാടിക്കടിച്ചിട്ടൊന്നും കാര്യമില്ല. നിന്റെ അമ്മയുണ്ടല്ലോ, നിന്റെ അമ്മ ലക്ഷ്മി, അവര് തന്നെ പറഞ്ഞ കാര്യങ്ങളാ. അവര് കോർട്ട് ഓർഡറുമായിട്ട് വന്ന് അവിടെ അധികാരം സ്ഥാപിച്ചിരിക്കുന്നു. ഇനിയിപ്പൊ പൂർണ്ണിമ ടെക്സ്റ്റൈൽസില് ഇവിടെ ഉള്ളവർക്ക് ആർക്കും ഒരു അവകാശമില്ല. ഇനിയിപ്പൊ അവകാശം വേണമെങ്കിൽ ഈ പറയുന്ന പൂർണ്ണിമ മാധവമേനന്റെ ഭാര്യ എന്ന് തെളിയിക്കണം. അല്ലെങ്കിലോ എന്റെ ഭാര്യ ഉൾപ്പെടെ ഈ നിൽക്കുന്ന അച്ചു, നിങ്ങളൊക്കെ എന്ത് ചെയ്യണം? മാധവമേനന്റെ മക്കളാന്ന് തെളിയിക്കണം. DNA ടെസ്റ്റ് നടത്തിയോ അങ്ങനെ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ തെളിയിക്കണം. അല്ലാതെ അവിടെ നിങ്ങൾക്ക് ഇനി അധികാരം സ്ഥാപിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പത്തിനും പല്ലവി ഋതുവിനോട് പറഞ്ഞു, ഋതു, ഇതൊക്കെ കേട്ടിട്ടാണ് നീ വിഷമിച്ച് ഇങ്ങോട്ട് വന്നിരിക്കുന്നേ. നീ എന്തിനാ സങ്കടപ്പെടുന്നേ? ഞങ്ങളൊക്കെ ഇല്ലേ. എന്നാലും ഇനി എങ്ങനെ മുന്നോട്ട് പോകും? ഏക പ്രതീക്ഷ പൂർണ്ണിമ ടെക്സ്റ്റൈൽസ് ആയിരുന്നല്ലോ. അപ്പോഴേക്കും സേതു പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, ഇതെങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു, പിന്നെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നീ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നിന്നെ അവിടെ നിന്ന് അടിച്ചു ഓടിക്കത്തുള്ളൂ. പോലീസൊക്കെ വന്ന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നേ. ഇത് നിസ്സാരമായിട്ടുള്ള കേസായിട്ട് നീ ഞങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിലേ നിനക്കിട്ട് തന്നെ നല്ല പണി കിട്ടൂന്ന് പറയണം. ഈ സമയം ഋതു പൂർണ്ണിമയോട് എന്നിട്ട് പറഞ്ഞു, അമ്മേ എനിക്കറിയണം എന്താ കാര്യം എന്ന്. കാരണം ലക്ഷ്മിയമ്മ അവിടെ നിന്ന് ഇറങ്ങാനുണ്ടായ കാരണം എന്താ? ലക്ഷ്മിയമ്മ അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താ?
ഒരു പക്ഷേ ലക്ഷ്മിയമ്മയ്ക്ക് ഇത്ര വൈരാഗ്യം തോന്നാനുള്ള കാരണം എന്താണെന്ന് അറിഞ്ഞേ മതിയാവുള്ളൂ എന്ന് പറയണം. ആ സമയം പൂർണ്ണി പറഞ്ഞു, ഇനിയിപ്പം ഞാനൊരു വഴക്കിനും പ്രശ്നത്തിനൊന്നുമില്ല. അവരെടുക്കുവാണേ എടുക്കട്ടെ, ടെക്സ്റ്റൈൽ ഷോപ്പ് എടുക്കുവാണേ എടുക്കട്ടെ. ഞാൻ ഇനിയിപ്പം അവരുടെ പിന്നാലെ പോകുന്നില്ല. അല്ലേലും ഞാൻ അങ്ങനെ പോയിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞു. ഋതു പറഞ്ഞു, എനിക്ക് അങ്ങനെ ക്ഷമിക്കാൻ പറ്റില്ല. ഇത്രയൊക്കെ അവർ ചെയ്തിട്ട് എന്റെ അച്ഛനെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ അവർ സംസാരിച്ചിട്ട് ഞാൻ അവരോട് ക്ഷമിക്കാനോ? ഈ ജന്മത്തിൽ ആരോട് ക്ഷമിച്ചാലും ഞാൻ അവരോട് ക്ഷമിക്കില്ല എന്ന് പറഞ്ഞു. അത്രയ്ക്ക് ദേഷ്യമായിരുന്നു. കാരണം എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടത് ഋതു ആണല്ലോ. ഋതുവിന് സഹിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. കാരണം ആ വീട്ടിലെ ഏറ്റവും ബോൾഡ് ആയിട്ടുള്ള പെൺകുട്ടി ഋതു ആയിരുന്നു. പക്ഷെ ആ ഋതു ആണ് ഇന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എല്ലാവരുടെ മുന്നിൽ നിൽക്കുന്നത്. അവളുടെ മനസ്സിൽ അത്രമാത്രം മുറിവേറ്റിട്ടുണ്ട്. ഒരു സപ്പോർട്ടും ഇല്ലാതെ ഇന്ദ്രൻ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴേക്കും പൂർണ്ണം പറഞ്ഞു, വേണ്ട ഋതു, ഇനി നമ്മൾ വഴക്കിനും പ്രശ്നത്തിനൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ, എനിക്കറിയണം നിങ്ങൾക്കിടയിലെ പ്രശ്നം എന്താന്ന്. ഒടുവിലെ പൂർണ്ണിമയ്ക്ക് ആ കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരുവാണ്. താൻ എങ്ങനെയാണ് മാധവേട്ടന്റെ ജീവിതത്തിലേക്ക് കയറി കൂടിയത്? ലക്ഷ്മി അമ്മ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള സാഹചര്യവും കാര്യങ്ങളും പറയാണ്. കാരണം മാധവേട്ടൻ ലക്ഷ്മീനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാനുമായിട്ട് പ്രണയത്തിലായിരുന്നു. പക്ഷെ ആ സമയത്ത് മാധവേട്ടന്റെ വീട്ടുകാർ അതിനൊന്നും സമ്മതിച്ചില്ല. അവര് നിർബന്ധിച്ച് മാധവേട്ടനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. ഒടുവില് ആ ബന്ധം തകർന്നു പോയി. അങ്ങനെയാണ് ഞാൻ ആ ജീവിതത്തിലേക്ക് വന്നത്. ലക്ഷ്മി അമ്മ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും മാധവേട്ടന് എന്റെ കഴുത്തിൽ താലി അർത്തി. പക്ഷെ അത് നിയമപരമായിട്ടുള്ള താലി കെട്ടായിരുന്നല്ല, ഒരു ക്ഷേത്രത്തിൽ വെച്ചൊരു ചടങ്ങ് മാത്രമായിരുന്നത്. അതുകൊണ്ട് എനിക്ക് മാധവേട്ടനും തമ്മിലുള്ള വിവാഹത്തിന് അതിന് നിയമപരമായിട്ടുള്ള ഒരു സാധ്യതയില്ലെന്ന് പറയാണ്. കുറിപ്പ് പറഞ്ഞു, അതാണ് ലക്ഷ്മി, അല്ല അതാണ് പൂർണ്ണിമ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറയാണ്. ഒരു പക്ഷേങ്കില് അന്ന് തന്നെ ഈ പറയുന്ന മേലെടുത്തുമായിട്ട് ലക്ഷ്മിക്ക് ബന്ധം ഉണ്ടായ സമയത്ത് തന്നെ വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ട് മാധവമേനെ നിങ്ങളുടെ കഴുത്തിൽ താലി ആർത്തനായിരുന്നു നിയമപരമായിട്ട്. അത് ചെയ്യാതെ പോയി. അവിടെയുള്ള കുഴപ്പ. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. അത് മാധവമേനന്റെ കയ്യിലെ മിസ്റ്റേക്കാണ്. ഈ പറയുന്ന ലക്ഷ്മി എവിടെയാന്ന് പോലും അറിയത്തുണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് പിന്നെ അന്വേഷിക്കാനും പോയില്ല. അന്വേഷിക്കുമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. ലക്ഷ്മിക്ക് അവിടെ നിന്ന് ഇറങ്ങാണ്ട് വന്നു കഴിഞ്ഞപ്പത്തിനും ലക്ഷ്മി എല്ലാരെയും കൂടെ താർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഋതു പറഞ്ഞു, ഇനിയിപ്പോൾ അവരെന്ത് തീരുമാനം എടുത്താലും ശരി, ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. ഇന്ദ്രൻ പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും? അതെ, തെരുവിലേക്ക് ഇറങ്ങാനേ പറ്റുള്ളൂ. ഒന്നുമില്ലാതായില്ലേ, പൂർണ്ണിമ ടെക്സ്റ്റൈൽസ് പോലും ഇല്ലാതായി. അപ്പോഴേക്കും സേതു പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, ഇതങ്ങനെ വെറുതെ വിടാനിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയണം. പല്ലവിക്ക് സങ്കടമായി. ലക്ഷ്മിയമ്മ ഇത്ര ക്രൂരമായിട്ട് എങ്ങനെ പെരുമാറുന്നു? മേലെടുത്ത് വീട്ടില് പോയിട്ട് വേണുഗോപാലിന്റെ ഭാര്യയായിട്ടിരുന്ന പോരാത്തിന് മയൂരിയുടെ അമ്മയാണ്. എന്നിട്ടോ അവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോ നേരെ ഇവിടെ വന്ന് അധികാരം സ്ഥാപിച്ചിരിക്കുന്നു. അവർക്ക് ഇത്രയെങ്കിലും നാണം എളുപ്പമുണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്യത്തില്ല. അതിന്റെ ആവശ്യമില്ല. പൂർണ്ണിമനെ ഇറക്കി വിടാനുള്ള യാതൊരു അധികാര അവകാശങ്ങളോ അവർക്കില്ല. പിന്നീട് രണ്ടും കൽപ്പിച്ചാണ് പല്ലവി ലക്ഷ്മിയമ്മയുടെ അടുത്തേക്ക് പോകുന്നത്. ഈ സമയം ലക്ഷ്മിയമ്മയ്ക്ക് അറിയാം, ഒരു പക്ഷേ എങ്കിൽ ഇന്ന് പല്ലവി വന്നിട്ടുണ്ടെങ്കിൽ നല്ല ദേഷ്യത്തല്ലായിരിക്കും. പല്ലവിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ നടന്നേ. അപ്പൊ സേതുവിനെ ആശ്വസിപ്പിച്ചിട്ടാ പല്ലവി ഇറങ്ങുന്നത്. എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങൾ അതാന്ന് ഞാൻ കണ്ടുപിടിക്കാന്ന്. അപ്പൊ കുറുപ്പമ്പാവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പൊ പല്ലവിക്ക് മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ പറ്റുള്ളൂ. ലക്ഷ്മിയുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് അത് പുറത്തു കൊണ്ടണം. പുറത്തു കൊണ്ടുവന്നാൽ അതിനെതിരെ നമുക്ക് പ്രതികരിക്കാൻ പറ്റും. അതെന്ത് കാരണം നമുക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ പല്ലവി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി മുറിയിലുണ്ടായിരുന്നു. അങ്ങനെ മുറിയിലേക്ക് എല്ലുകയാണ്. മുറിയിലേക്ക് എന്നിട്ട് ലക്ഷ്മി അമ്മയോട് പല്ലവി കാര്യങ്ങൾ ചോദിക്കുകയാണ്. എന്ത് പരിപാടി അമ്മ കാണിച്ചേ? അമ്മ ഇന്ന് ചെയ്ത പരിപാടി ഉണ്ടല്ലോ, ഒരിക്കലും അതെ അമ്മയ്ക്ക് ചേർന്നല്ല, ഈ കുടുംബത്തിന് പോലും ചേർന്ന കാര്യങ്ങളല്ല. അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അമ്മ ഒരിക്കലെങ്കിലും ഇങ്ങനെ കയറി വന്ന് അധികാരം സ്ഥാപിക്കുമായിരുന്നോ? അല്ല ഈ പൂർണ്ണിമയെ മക്കളെ ഇറക്കി വിടുമായിരുന്നോ? അതൊക്കെ പോട്ടെ, ഈ വീടൊക്കെ പിടിച്ചെടുത്തു. പിന്നെ ആ പൂർണ്ണിമ ടെക്സ്റ്റൈൽസ് അവിടെ എന്തിനാ അധികാരം കാണിക്കാൻ കയറി ചെന്നേ? അതിന് മാത്രം എന്ത് തെറ്റാ അവർ നിങ്ങളോട് ചെയ്തുകൊണ്ടല്ലോ. ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ഋതു ഗർഭിണിയാന്നുള്ള കാര്യം അറിയാലോ. എന്നിട്ട് പോലും നിഷ്കരണം അവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടില്ലേ? അത് കേട്ടപ്പം ലക്ഷ്മി പറഞ്ഞു, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. പിന്നെ എന്റെ ഭർത്താവിന്റെ സ്ഥാപനത്തിൽ കയറി അധികാരം സ്ഥാപിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. പല്ലവി പറഞ്ഞു, ലക്ഷ്മി അമ്മ ഈ കാണിക്കുന്നുണ്ടല്ലോ ശരിക്കും തലവെഴുത്താരൻ തന്നെയാണ്. ഇതിനെ ലക്ഷ്മി അമ്മ കണക്ക് പറയേണ്ടതായിട്ട് വരും. ഇത്രമാത്രം ശത്രുത കാണിക്കാനായിട്ട് അതിന് വലിയ തെറ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ലക്ഷ്മി അമ്മയ്ക്ക് സഹിച്ചില്ല. ലക്ഷ്മി പറഞ്ഞു, തെറ്റ് ചെയ്തിട്ടില്ല നിന്നോട് ആരാ പറഞ്ഞേ? സേതു എന്നോട് ചെയ്ത തെറ്റിന്റെ പേരില്ല ഇപ്പൊ ഞാൻ അവന് ശിക്ഷ കൊടുത്തിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അമ്മയോട് ആക്രോശിക്കുകയാണ്. ആ സമയം പല്ലവിക്ക് ദേഷ്യം വന്നു. വെറുതെ വായം കൊണ്ട് അലച്ചിട്ട് കാര്യമില്ല. കാര്യം എന്താന്ന് പറ ലക്ഷ്മി അമ്മേ. നിങ്ങൾ കുറെ കാലമായല്ലോ പറയുന്നത് സേതുവേട്ടൻ അത് ചെയ്തു ഇത് ചെയ്യുന്നൊക്കെ.
ഏ, എന്ത് ചെയ്തെന്ന് വ്യക്തമായിട്ട് പറയണം. അല്ലാതെ ദേ ഒളിച്ചിരുന്നിട്ട് ഈ യുദ്ധം ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ശരിയല്ല. കാര്യം എന്താന്ന് കാരണം സഹിതം ആദ്യം ബോധ്യപ്പെടുത്താൻ നോക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അമ്മേനെ ഒന്ന് പ്രകോപിപ്പിക്കുകയാണ്. അങ്ങനെ പ്രകോപിപ്പിക്കുകയാണെങ്കിൽ ആ മനസ്സിലുള്ള സത്യങ്ങളൊക്കെ പുറത്തു വരുമെന്നൊരു ചിന്ത പല്ലവിക്കുണ്ടായിരുന്നു. പല്ലവി ബുദ്ധിമതിയാണല്ലോ. ഒടുവില് ലക്ഷ്മി അമ്മയ്ക്ക് ആ സത്യങ്ങൾ എന്താന്നൊക്കെ പറയണം തോന്നി. കാരണം ഇനിയിപ്പോൾ അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ലാന്ന് തോന്നി. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ നെക്സ്റ്റ് വീക്ക് പ്രമോയ്ക്കകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ദ്രന്റെ അന്ത്യം കുറിക്കുന്നുണ്ട് എല്ലാവരും കൂടെ കൂടി, വേണുഗോപാലും സേതു എല്ലാവരും ചേർന്നിട്ട് അവന്റെ നാടകം ഇനി അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിന്റെയൊക്കെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.